ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വൈബ് വിത്ത് ഡോക്ടർ അപ്പു. ഇന്ന് നമ്മളോടൊപ്പമുള്ള ഗസ്റ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ മതിയാകും. കോമഡി ഉത്സവ് ഫെയിമാണ്. എന്താ പറയുക, ഇത്ര അതീവ ടാലൻ്റ് ഉള്ള ഒരു മിമിക്രി കലാകാരനെ ഞാൻ പ്രവാസ ലോകത്ത് കണ്ടിട്ടില്ല. ഐ ഹാവ് ഇമ്മെൻസ് റെസ്പെക്ട് ഫോർ ദിസ് ടാലൻറ്റഡ് ആർട്ടിസ്റ്റ്. അത് കൂടാണ്ട് അദ്ദേഹം ഒരു വോയിസ് ഓവർ ആർട്ടിസ്റ്റും കൂടിയാണ്. ഒട്ടനവധി കഥാപാത്രങ്ങൾക്ക് തൻ്റെ ശബ്ദത്തിലൂടെ ഒരു ജീവൻ നൽകി അല്ലെങ്കിൽ ഒരു വേറൊരു ഡയമെൻഷൻ നൽകിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ആൻഡ് ഏറെ നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം ഈയിടെ വന്ന ഗസ്റ്റുകളൊക്കെ അതെ ഞാൻ കുറച്ചൊന്ന് വന്നിട്ടുണ്ട് അവരെൻ്റെ പോഡ്കാസ്റ്റ് സെഷനിൽ ആ ഒരു ഗസ്റ്റ് എന്ന ഒരു ഇതിലേക്ക് വരാൻ. പക്ഷേ എനിക്ക് തോന്നുന്നത് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട് ദാസ. ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ടാലൻറ്റഡ് ഗസ്റ്റിനെ സ്വാഗതം ചെയ്യാനുള്ള നേരമായിരിക്കുകയാണ്. ഷാഫി മംഗളം, വെൽക്കം ടു ദ ഷോ, വെൽക്കം ടു ദ പോഡ്കാസ്റ്റ് ഷാഫിക. നമ്മള് മുന്നേ കുറച്ച് പ്ലാൻ ചെയ്തെങ്കിൽ കുറച്ച് സമയം വേണ്ടി വന്നു, പിന്നെ എല്ലാത്തിനും വേണ്ടിയതായിട്ടുള്ള ഒരു സമയമുണ്ട്. ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോൾ ഷാഫിക എത്ര വർഷമായി ഈ ഒരു മിമിക്രി അല്ലെങ്കിൽ വോയിസ് ഓവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്? വർഷം കാര്യം സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലെ അപ്പോഴേ തുടങ്ങി മിമിക്രി യൂത്ത് ഫെസ്റ്റിവലൊക്കെ പങ്കെടുക്കുന്നില്ല. മിമിക്രി, മോണാക്ട്, നാടകം, അങ്ങനെയൊക്കെയുള്ള പരിപാടികളായിട്ട് അന്നേ നമുക്ക് താല്പര്യമാണ് ഈ കല എന്ന് പറയുന്ന സംഭവം. അടിപൊളി അടിപൊളി. കുടുംബത്തിൽ ആരെങ്കിലും പ്രചോദനമായിരുന്നോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വന്നത്. കാരണം ജ്യേഷ്ഠൻ മിമിക്രി കലാകാരനാണ്. മിമിക്രി കലാകാരൻ പ്രൊഫഷണലല്ല, പുള്ളി ഗംഭീരമായിട്ട് ശബ്ദമൊക്കെ അനുകരിക്കും. അത് കണ്ടിട്ടാണ് മിമിക്രിയിലേക്കൊക്കെ വന്നതും ചെയ്യാനുള്ള പ്രചോദനം. ഷാഫിക ആദ്യമായി അനുകരിച്ചത് ആരുടെ ശബ്ദമായിരുന്നു? ആദ്യമായിട്ട് അനുകരിച്ചത് എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരുപാട് വർഷമായില്ലേ, ജനാർദ്ദന്റെ ശബ്ദം വന്നു. അന്ന് മിമിക്രിയിൽ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, കാര്യം മിമിക്രി എന്ന് പറയുമ്പോ സുരേഷ് ഗോപി, ജനാർദ്ദനൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു ട്രെൻഡായിരുന്നു സ്കൂളിലൊക്കെ. അന്ന് കറക്റ്റ് ഒന്നും ആവില്ല, അന്ന് സ്കൂളിൽ പഠിച്ചിരുന്ന ചെറിയ ശബ്ദമല്ലേ, കഴിയുന്ന പരമാവധി നമ്മള് ജനാർദ്ദൻ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ശബ്ദമൊക്കെ ചെയ്തിരുന്നു. അങ്ങനെയാണ് ശരിക്കും സ്കൂളിൽ നിന്നാണ് വന്നത്. നമുക്ക് ചെറിയൊരു സാമ്പിൾ പെർഫോമൻസോടുകൂടി തുടങ്ങിയാലോ? ഷാഫിക്കയ്ക്ക് ഇഷ്ടമുള്ള ഒരു കലാകാരന്റെ ശബ്ദം അനുകരിക്കാം. നമ്മുടെ പ്രേക്ഷകർ ഗസ് ചെയ്ത് ആരാണ്? അപ്പോ പ്രേക്ഷകർ ഗസ് ചെയ്തിട്ട് എന്തായാലും മലയാളത്തിന്റെ പേരെന്നെ പറഞ്ഞിട്ട് തുടങ്ങാം അല്ലേ? മലയാളത്തിന്റെ സ്വഭാവം നടൻ, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന. ഇനി പറയല്ലോ, ഇനി ചെയ്യും, എന്നിട്ട് അത് ഗസ് ചെയ്യട്ടെ. സാറേ, ഓർക്കുന്നുണ്ടോ നിങ്ങൾ പണ്ട് കോളേജ് പഠിക്കൽ പ്രിൻസിപ്പൽ അച്ഛനെതിരെ സമരം വിളിച്ചൊരു ഗുസ്തിക്കാരൻ പയ്യനെ? അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു അവനെ കൂട്ടി നമ്മുടെ പാർട്ടിയൊക്കെ നടക്കുന്ന സ്ഥലത്ത് വരാൻ. എന്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാൽ അറിയാമല്ലോ, ഒന്നാം നില കയറി പോകേണ്ടേ, അവിടെ നിന്നും തലയും കുത്തി ചാടേണ്ടേ, രണ്ടാം നില കയറി പോകേണ്ടേ, അവിടെ നിന്നും തലയും കുത്തി ചാടണ്ടേ. റച്ചുവേ ഒന്ന് ഇട്ടുപിടിക്കടാ. സൂപ്പർ. ഇതെന്തായാലും ഷാഫിക്കോ ഞാനോ പറയാൻ പോകുന്നില്ല, നിങ്ങൾ കമന്റിൽ ആരാണ് ഈ കലാകാരൻ എന്താന്ന് പറയുന്നത്. എക്സാക്ട്ലി. പിന്നെ പ്രവാസ ലോകത്ത് എത്തിയിട്ട് ഷാഫിക്കയ്ക്ക് തീർച്ചയായിട്ടും നാട് അപേക്ഷിച്ച് ഇവിടുത്തെ അവസരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഷാഫിക്കയ്ക്ക് ഒരുപാട് സ്ട്രഗിൾ നേരിടേണ്ടി വന്നിരുന്നു? അതോ കുറച്ച് സുലഭമായ യാത്രയായിരുന്നു? എങ്ങനെയായിരുന്നു അത്? സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 15 വർഷമായി. വന്ന പാടൊക്കെ ഞാൻ വേറൊരു സൂപ്പർ മാർക്കറ്റ് ഫീൽഡായിരുന്നു. നമുക്ക് ലീവൊന്നും ഇല്ലാത്തൊരു സംഭവമായിരുന്നു. അപ്പോൾ നാട്ടിലിങ്ങനെ പ്രോഗ്രാം പരിപാടികളൊക്കെ ചെയ്ത് നടന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് പറിച്ചു നട്ടാണല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് പ്രോഗ്രാമിന് പോകാൻ പറ്റാത്തതായിട്ട് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. പിന്നെ അതിനുശേഷം മറ്റൊരു ഫീൽഡിലേക്ക് മാറിയപ്പോഴാണ് എനിക്ക് ലീവൊക്കെ വന്നപ്പോഴാണ് പ്രോഗ്രാം ചെയ്യുക. നാട്ടിനെ അപേക്ഷിച്ച് ഇവിടുത്തെ ഓഡിയൻസിനൊക്കെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര സപ്പോർട്ടാണ്. നാട്ടിനെ അപേക്ഷിച്ചിട്ട് ഭയങ്കര സപ്പോർട്ടാണ്. അവസരങ്ങൾ ആദ്യമൊക്കെ കിട്ടാൻ പാടായിരുന്നു, പിന്നെ ഓരോ ബന്ധങ്ങൾ വെച്ചിട്ടാണല്ലോ. പിന്നെ അതിനുശേഷം ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ ചെയ്ത് അത്യാവശ്യം പ്രോഗ്രാമുകളൊക്കെ ചെയ്യാൻ പറ്റി, ഇവിടെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഷാഫിക പോപ്പിൻസ് ആർട്ട് അങ്ങനത്തെ ടീമിന്റെ കൂടെ ഒത്തിരി അസോസിയേറ്റ് ചെയ്തു, ഒട്ടനവധി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുമുണ്ട്. അതുകൂടാണ്ട് ശബ്ദവും നൽകിയിട്ടുണ്ട്. ഈ ഒരാൾക്ക് ശബ്ദം നൽകുമ്പോഴത്തേന് അതിനെപ്പറ്റി ഷാഫിക്ക് ഒന്ന് പറയൂ. അത് എത്ര ഡിഫിക്കൽട്ടാണ്? അത് എന്താണ് ഡിഫിക്കൽട്ട് എന്ന് പറയുമ്പോൾ നമ്മള് എനിക്ക് മിമിക്രിനെ പോലെ തന്നെ താല്പര്യമാണ് ഡബിങ്, വോയിസ് ഓവർ. നേരത്തെ പറഞ്ഞ വോയിസ് ഓവർ ഡബിങ് ഒക്കെ ഡിഫിക്കൽട്ട് എന്ന് പറയുമ്പോൾ വലിയ ഡിഫിക്കൽട്ട്. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോപ്പിൻസ് ആർട്ടൊക്കെ, പോപ്പിൻസ് ആർട്ടിന്റെ ഒട്ടുമിക്ക ഒരുപാട് കഥാപാത്രങ്ങൾക്ക് അതില് മെയിൻ കഥാപാത്രങ്ങൾക്ക് എന്റെ ശബ്ദമാണ് അതിലൂടെ പോകുന്നത് ചില അപ്പൊ അതിലെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ ആ ക്യാരക്ടർ, നമ്മളൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആക്ടറും കൂടിയാണ് ഉള്ളില്. അപ്പൊ അദ്ദേഹം ചെയ്ത് അതേ ഫീൽഡ് നമ്മൾ ഡബ് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഒരു ടേക്കിലൊന്നുമല്ല, പ്രത്യേകിച്ച് ഷാനൊക്കെ അറിയുന്ന ഡയറക്ടർ ഒരുപാട് ടേക്കൊക്കെ എടുത്തിട്ട് കറക്റ്റ് ആ ഫീൽഡിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഡബ് ചെയ്യാറുള്ളത്.
കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പൊ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടാവും ചില നായികമാർക്ക് ചില വോയിസ് കൊടുക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ കുറച്ചും കൂടെ ബാസുള്ള വോയിസ് ആയിരുന്നു, ചിലർക്ക് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആവായിരുന്നു, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ചിലർക്ക് ഒരു രക്ഷയില്ല, ഭയങ്കര സിങ്ക് ആയിരിക്കും. ചില നോർത്ത് ഇന്ത്യൻ നായികമാര് സൗത്തിൽ വന്ന് മൂവി ചെയ്യുമ്പോൾ ഐം ഷുവർ ഷാഫിക്കയും അത് അഗ്രി ചെയ്യുന്നു. അതില് ഷാഫിക്ക ഭയങ്കര ഹൃദയസ്പർശിയായിട്ട് ചെയ്ത ഒരു ചെറിയ സ്കെയിലിൽ ഒരു ഡയലോഗ് ഒന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വോയിസ് ഓവർ ചെയ്തത്, ആ വോയിസിന്റെ ഒരു ഇമ്പോർട്ടൻസ് പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു സീനിലെ 2 ഡയലോഗ് ഷാഫിക്ക ചെയ്തിട്ട് ശബ്ദം പകർന്നിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഷാഫിക്ക വരെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഷാഫിക്ക പിടിച്ചു വരച്ച് എന്തെങ്കിലും ഒരു സീനോ അല്ലെങ്കിൽ ഒരുപാട് സന്തോഷം നൽകിയ ഒരു സീനോ ഏതെങ്കിലും ഒരു സീനിലെ ഒരു ഷാഫിക്ക ഡബ് ചെയ്തപ്പോ ഏതായാലും കുഴപ്പമില്ല. അത് ശരിക്കും പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്, പെട്ടെന്ന് അങ്ങനെ എനിക്ക് ഓർമ്മ വരുന്നില്ല സംഭവം. ഏതെങ്കിലും ഒന്ന് ഷാഫിക്ക ഡബ് ചെയ്തതിൽ അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുത്തതിൽ നമ്മുടെ നടന്മാരുടെ ഡയലോഗ് ആയാലും കുഴപ്പമില്ല, എന്തായാലും നമ്മുടെ മനസ്സിലൊരു ഫേവറേറ്റ് ഉണ്ടാവില്ലേ. പിന്നെ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ഷോർട്സിന് ഡബ് ചെയ്താണ്. അതെ, ഷോർട്സിന് ഡബ് ചെയ്ത് ഷോർട്സിന് ഡബ് ചെയ്യണമെന്ന് പെട്ടെന്ന് പറയുമ്പോൾ ഡയലോഗ് അല്ലെങ്കിൽ നടന്മാരുടെ ഏതെങ്കിലും അവര് ഷാഫിക്കയ്ക്ക് ഇഷ്ടമുള്ള ഷാഫിക്ക അനുകരിക്കുന്ന ഒരു നടന്റെ. ഞാൻ ഡബ് ചെയ്തതെന്ന് പറയുമ്പോൾ ഞാൻ മറ്റേ സ്പോട്ട് ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നടൻ വിജയരാഘവന് വേണ്ടിയിട്ട്. കോമഡി ഉത്സവത്തിനകത്ത് ഞാൻ വിജയരാഘവന് സ്പോട്ട് ഡബ് ചെയ്തു. മറ്റു ഡബ് ചെയ്തൊക്കെ ഞാൻ ഒരുപാട് ആൾക്ക് ഡബ് ചെയ്തിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് ഡയലോഗ് എനിക്ക് ഞാനിപ്പോ സിനിമ അത് നമ്മളെ രാവണപ്രഭുവില് രാവണപ്രഭുവിന്റെ ആ സീനിന് വേണ്ടിയിട്ട് വിജയരാഘവന് വേണ്ടി സ്പോട്ട് ഡബ് ചെയ്തു. അതേക്കാം രാവണപ്രഭു ലാലേട്ടനോട് പറഞ്ഞ ഒരു സാധനം, ഇത്രയും കാലം കണ്ടാ നിർത്തോ അല്ല കട്ട് ചെയ്ത് പോയിക്കൂടെ ആ ഡയലോഗ്. അത് എഡിറ്റിംഗിൽ നമുക്ക് ഈ പോഡ്കാസ്റ്റിന്റെ പ്രത്യേകത റോ അൺഫിൽറ്റേർഡ് ആണ്. ആക്ച്വലി ഞാൻ ഷാഫിക്കയും ഇതിനു മുമ്പ് ഒരു ഡിസ്കഷനോ എന്താ നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്നോ ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇത് തത്സമയം നടക്കുന്നതാണ്. പക്ഷെ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് സ്മൂത്ത് ആക്കി ഒന്നൊരു എഫക്റ്റ് വരുത്തുന്നു എന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഗോ ഫോർ ഇറ്റ്. റെഡി അല്ലേ? ഇത്രയും കാലം കണ്ട കഥ വിട്, ഇന്ന് രാത്രിയും കൂടെ അതേ മാറുക. പെട്രോൾ കുളിച്ചാതാണ് ഇപ്പൊ കാലം കുറെ മുണ്ടക്കക്കാർക്ക് സ്വൈര്യക്കാരായിട്ട് നിൽക്കുന്ന മംഗലശ്ശേരി നീലകണ്ഠ പടുവരം ഞാനൊന്ന് കത്തിക്കാൻ പോവാ. അവനെ കാർത്തികേയനെ അവനാണ് പ്രതീക്ഷിച്ചത്. അതിനാ കള്ളം പറഞ്ഞ് ശേഖരമാമയെ കൊണ്ട് വിളിപ്പിച്ചത്. കൊല്ലാനാണെന്ന് മൂപ്പരോട് പറഞ്ഞിട്ടില്ല, ഒന്ന് നന്നായി പെരുമാറിവിടാൻ അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അടേശ കൊല്ലണ്ട. ഈ സാധനം ഞാൻ കോമഡി ഉത്സവത്തിനകത്ത് വിജയരാഘവന് വേണ്ടി സ്പോട്ട്. ആക്ച്വലി ഷാഫിക്ക റീസെന്റ് ആയിട്ട് ചെയ്ത നമ്മുടെ പോപ്പിൻ സെറ്റിന് വേണ്ടിയിട്ട് അതിൽ ഏറ്റവും ഫീൽ വരുന്ന കഥാപാത്രങ്ങൾക്ക് ഷാഫിക്ക വോയിസ് നൽകിയെന്ന് ഞാൻ തന്നെ റീസെന്റ് അറിഞ്ഞത്. ബാക്കി എല്ലാവരും അവരുടെ മെയിൻ ടീമൊക്കെ ഓൺ വോയിസ് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അത് കേൾക്കണം, അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അറിയാണ്ട് നമ്മൾ ചുമ്മാതെ ഇരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് റിലേറ്റ് ചെയ്യും. കാരണം അപ്പോഴാണ് നമ്മളൊരു വോയിസ് ഓവറിൻ്റെ ആ ഒരു വോയിസ് ഡബിങ്ങിൻ്റെ ആ ഒരു മാജിക്, അതിൻ്റെ ഒരു മാഗ്നിഫിഷൻ ഫീൽ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ വോയിസ് ഓവറുകൾ പിന്നെ ആഡിന് അങ്ങനെയൊക്കെ വോയിസ് ഓവറുകളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. എന്നാ ഷാഫിക്ക് ചെയ്ത ഏതെങ്കിലും ഓർമ്മ ഉണ്ടോ? ഞാൻ മറ്റേ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ മുമ്പ്. അന്ന് മറ്റേ സംഭവം പിന്നെ വേഗമാകട്ടെ എയർ ഇന്ത്യ എക്സ്പ്രസ്, ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസ്, അങ്ങനെ ഒരു സാധനം ചെയ്തു. ഇതൊക്കെ എന്താ പ്രശ്നം എന്നറിയോ? എനിക്ക് തോന്നുന്നത് നമ്മുടെ ദുബായ് നോർത്തേൺ എമിറേറ്റ്സിലൊക്കെ ഇപ്പൊ ഷാഫിക്കയും ഞാൻ പറയുന്നതിനോട് യോജിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്. അബുദാബി എന്ന തലസ്ഥാന നഗരി എല്ലാം കൊണ്ടും തലസ്ഥാന നഗരിയാണ്. ഞങ്ങളൊരു മൺഡേ ടു ഫ്രൈഡേ ഗോ ടു യുവർ ക്ലാസ്സസ് ആണ്. ഒരു 8 മണി 9 മണിയാകുമ്പോൾ എല്ലാവരും വീട്ടിലെത്തി വിശ്രമിക്കുന്നു. ഇതാ വീക്കെൻഡ് ആകുമ്പോഴാണ് പിന്നെ ഒന്ന് പുറത്തിറങ്ങുക. ഇപ്പോഴാണ് കുറച്ചൊക്കെ മാറുന്നത്. പക്ഷെ ദുബായ് എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും കൊമേഴ്ഷ്യൽ ക്യാപിറ്റലാണ്. മുക്കിലും മൂലയിലും അവസരങ്ങളാണ്. എപ്പോഴും ഓണായിട്ട് എടുക്കുന്ന ഒരു പ്രവാസികളുടെ ഓണാണല്ലോ ഒക്കെ ഏകദേശം 6 മാസം നീണ്ടു നിൽക്കുന്ന ഓണം. ഡിസംബർ വരെയും അല്ലെങ്കിൽ ജനുവരി കഴിഞ്ഞും ഒക്കെ നീണ്ടു നിൽക്കും. സോ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഇവിടെ ഒട്ടനവധി കലാകാരന്മാർക്ക് അവരർഹിക്കുന്ന അവസരങ്ങൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഷാഫിക്ക അതിനോട് യോജിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും യോജിക്കും. കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാല് അവരെ സാഹചര്യങ്ങളാണ്. കാര്യം പലരും പല ഫീൽഡിലാണ്, നാട്ടിൽ പോലെയല്ല, പലരും പല ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്. ഒന്നാമത് അവർക്ക് ലീവ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് പരിപാടിക്കുള്ള ഒരു സമയം കണ്ടെത്താനുള്ള ഒരു സംഭവം ഉണ്ടാവില്ല. അപ്പൊ അത് കാരണം ഒട്ടുമിക്ക ഇപ്പൊ എക്സാമ്പിൾ ലേബർ ക്യാമ്പിലൊക്കെ ഒരുപാട് നല്ല കഴിവുള്ള കലാകാരന്മാർ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് നന്നായിട്ട് പാടുന്ന അല്ലെങ്കിൽ മറ്റുള്ള കലാപരമായിട്ട് കഴിവുള്ളവർ, അവർക്ക് വേണ്ടത്ര അവസരങ്ങൾ അവർ സമയം അനുവദിക്കണില്ല, അല്ലെങ്കിൽ
അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അവസരം കിട്ടാതിരിക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. അപ്പൊ ശരിക്കും പറയാൻ കിട്ടട്ടെ. അതെ അതെ അത് തീർച്ചയായിട്ടും. ഷാഫിക്ക ഉറ്റുനോക്കുന്ന ഒരു മിമിക്രി കലാകാരൻ ആരാണ്? അതായത് എന്നും ഷാഫിക്കയുടെ എവർഗ്രീൻ ഫേവറേറ്റ് ആരാണ്? ഏത് മലയാളികളും എടുത്ത് പറയുന്നത് എന്ന് പറയുമ്പോൾ കോട്ടയം നസീർ എന്ന് പറഞ്ഞു എല്ലാവർക്കും പറയാം. അദ്ദേഹത്തെ കണ്ടിട്ടാണ് നമ്മൾ മിമിക്രിയിലേക്കൊക്കെ വന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ട്രെൻഡിലൊക്കെ ഒരുപാട് മിമിക്രി താരങ്ങൾക്ക് അവരുടെ ഒരു കഴിവ് പ്രകടമാക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ട് പണ്ടത്തെ അപേക്ഷിച്ച് അല്ലേ? ഇന്നിപ്പോ ഒരുപാട് മിമിക്രി കലാകാരന്മാരുണ്ട്. ഒക്കെ കണ്ടില്ലേ? ഇപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ ചാനലുകളൊക്കെ സോഷ്യൽ മീഡിയ അവരവരുടെ കഴിവ് സ്വന്തമായിട്ട് പ്രകടിപ്പിക്കാനുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പം ശരിക്കും നല്ല കലാകാരന്മാർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം ഉണ്ട് ഇന്നത്തെ കാലത്ത്. പണ്ടൊക്കെ ഞാനൊക്കെ പ്രോഗ്രാമിൽ വരുന്ന സമയത്ത് നമ്മളൊക്കെ നാട്ടിലൊരു സ്റ്റേജിന്റെ പിറകിൽ പോയിട്ട് ഏതെങ്കിലും ക്ലബ്ബൊക്കെ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ബാക്കിൽ പോയിട്ട് നമ്മൾ ചാൻസ് ചോദിക്കണം, എനിക്കൊരു അവസരം തരുമോ, എനിക്ക് അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി അവസരം തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ചില സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് വേണ്ടത്ര അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പൊ ആ സിറ്റുവേഷനിലൊക്കെ ഷാഫിക്ക് എങ്ങനെയാണ് ഒരു പ്രചോദനം കണ്ടെത്തിയത്? എന്തിലായിരുന്നു പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരുപാട് അവസരങ്ങളൊക്കെ ചോദിക്കും, നമ്മൾ കിട്ടൂല. പിന്നെ ഞങ്ങൾ നാട്ടില് സുഹൃത്തുക്കളെല്ലാവരും കൂടി ചേർന്ന് ചെറിയൊരു ട്രൂപ്പൊക്കെ തുടങ്ങി. അങ്ങനെയാണ് പ്രാദേശിക പരിപാടികളിലേക്ക് നമ്മൾ കടക്കുന്നത്. സ്കൂൾ കാലഘട്ടത്തിനൊക്കെ ശേഷം ചെറുകിട ക്ലബിന്റെ പരിപാടികള്, കല്യാണ പരിപാടികള്, അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളൊരു ടീംസ് ആയിട്ടായിരുന്നു പ്രോഗ്രാം ചെയ്തിരുന്നത്. അപ്പൊ അന്നൊക്കെ അങ്ങനെയാണ് പരിപാടിയിൽ പിന്നെ ചാൻസുകൾ കിട്ടി തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു പ്രവാസ ലോകത്തിന്റെ മറ്റൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നല്ല സൗഹൃദങ്ങളാണ് അല്ലേ? നമ്മളെ അതായത് നമ്മുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ മനസ്സുള്ള കലയെ സ്നേഹിക്കുന്ന കലാകാരന്മാർ. അതാണ് ഇവിടുത്തെ പ്രവാസ ലോകത്തെ നമുക്ക് ഏറ്റവും കിട്ടിയ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണത്തിൽ ഒന്ന് നമ്മുടെ അച്ചുക്ക തന്നെയാണ്. അച്ചുക്കന്റെ ഞാനിപ്പോ പറയാൻ പോയിരുന്നു. അച്ചുക്കന്റെ പേര് അച്ചുക്ക എന്ന് പറഞ്ഞാൽ ലൈഫിൽ അഷ്റഫ് ക, ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ചുക്ക. കാരണം ഒരു ആർട്ടിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ പുള്ളി കാണിക്കുന്ന ആ മനസ്സ് ഞാൻ അങ്ങനെ ഒരാളെ ലൈഫിൽ വേറെ കണ്ടിട്ടില്ല. കാര്യം എന്റെ പോലെ തന്നെ പിന്നെ അപ്പൂനും എക്സ്പീരിയൻസ് ഉണ്ട്. കാര്യം വലിയ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, നമ്മുടെ സലീം കൊടുത്തൂർക്ക, അങ്ങനെ വലിയ വലിയ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ചെറിയ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, അങ്ങനെ ഇല്ല പുള്ളിക്ക്. ഈ അച്ചുഖാനെ പറ്റി പറയുമ്പോൾ ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകളായിട്ടൊക്കെ ഒരുപാട് കണക്ഷൻ, അതുവഴിയാണ് എനിക്ക് ഒരുപാട് കലാകാരന്മാരെ പരിചയപ്പെടാനൊക്കെ അച്ചുക്ക വഴിയാണ്. അത് തീർച്ചയായിട്ടും അവസരത്തിൽ ഞാൻ ഓർക്കുക. പുള്ളിക്ക് അതിലൊരു മടിയും ഇല്ല കേട്ടോ. അതായത് എന്റെ കോണ്ടാക്ട് പോവോ, ഇനി ഇവര് തമ്മിൽ കൂട്ടാവോ, അങ്ങനെയൊന്നുമില്ല. മൂപ്പരാൾക്ക് അതൊരു സന്തോഷം, അതിൽ സംതൃപ്തി അടയുന്ന ഒരാളെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കടന്നത്. മറ്റെല്ലാവർക്കും ഞാനും ഫ്രണ്ടിൽ വരട്ടെ, ഞാനും ഫോട്ടോയ്ക്ക് നിൽക്കട്ടെ, ഹലോ എന്റെയും കൂടെ വീഡിയോ വരണം, അല്ല അങ്ങനെയുള്ള ഒരു ഇത് പുള്ളിക്കില്ല, ഒട്ടുമില്ല. സത്യം. അതായത് സൗഹൃദം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നാണ് പുള്ളി ഇതിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ട്. ബ്യൂട്ടിഫുൾ. നൗ കമ്മിങ് ടു ഷാഫിക്ക, സോഷ്യൽ മീഡിയയെ പറ്റി പറഞ്ഞതുകൊണ്ടാണ്, സോഷ്യൽ മീഡിയ ഒരു 2 അറ്റം മൂർച്ചയുള്ള കത്തിയാണെന്നറിയാലോ. ഒന്നീ കുത്തും, അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് ഹാൻഡിലിൽ പിടിച്ച് രക്ഷപ്പെടും. എന്നാലും അപ്പുറത്തൊരു കുത്തുന്ന സൈഡ് കാണും. അതിന്റെ വലിയ ഉദാഹരണമാണ് ഇപ്പം ഒരുപാട് സിനി താരങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ഷാഫിക്കോട് ചോദിക്കാം. ഇപ്പൊ കത്തി നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ജയം രവിയുടെ ഇത്. അതായത് 23 വർഷത്തോളം ഒട്ടനവധി നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ചു, ഒരു കോൺട്രവേഴ്സിയിലും പെടാത്തൊരു മനുഷ്യൻ ചങ്ക് പൊട്ടി തകർന്ന് തന്റെ ജീവിതം തന്നെ തുറന്നു പറയാണ് ജനങ്ങളോട്. പക്ഷേ ആരതിയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ ആള് കുട്ടികളെ നോക്കുന്നു, ഒരു അമ്മയായിട്ട് പൊരുതുന്നു, ഞാനൊരു പെൺസിംഹമാണ്, എൻ്റെ മക്കൾക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ള ആ ഒരു സാധനം പിടിക്കുന്നുണ്ട്. ഷാഫിക്കയുടെ ടേക്ക് എന്താണ്? ഇതെന്താണ് ഷാഫിക്കയുടെ ഒരു അഭിപ്രായം? ഷാഫിക്ക ഒരു ആർട്ടിസ്റ്റാണ്, സിനി താരങ്ങളെ ഉറ്റുനോക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഇതിൽ ഷാഫിക്കയ്ക്ക് എന്താണ് പറയാനുള്ളത്? കാര്യം നമ്മൾ ജയൻ രവി അവരെ പറ്റി പറയാനൊന്നും ആളല്ല, എന്നാലും പറയാം. കാര്യം ഇത്രയും വർഷങ്ങളായിട്ട് അദ്ദേഹം 23 വർഷമായിരുന്നു അദ്ദേഹം. എന്നിട്ട് ഇത്രയും വർഷമായിട്ട് അയാൾ എവിടെയും പ്രതികരിച്ചായിട്ട് നമ്മളൊരു മീഡിയകളിലൊന്നും എവിടെയും കണ്ടിട്ടില്ല. അങ്ങനെ ഇത്രയും ഭയങ്കര നമുക്ക് തന്നെ കരഞ്ഞു പോകും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. ഇത്രയും പ്രതികരിക്കണമെങ്കിൽ ഇത്രയും വർഷമായിട്ട് അദ്ദേഹം മനസ്സിൽ കൊണ്ട് നടന്ന ഒരു സംഭവം അയാൾ ഇങ്ങനെ പുറത്ത് കാണിക്കണം എന്നുണ്ട് അയാൾ മനസ്സിൽ എത്രമാത്രം ഫീൽ ഉണ്ടാവും. സൈലന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പ്രത്യേകിച്ച് പൊട്ടിത്തെറിക്കാന്ന് പറയും. സൈലന്റ് ആയിട്ടില്ല, എവിടെയും നമ്മൾ വളരെ മാന്യമായിട്ട് വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ഇത്രയും 23 വർഷം എങ്ങനെ അയാൾ അത് മനസ്സിൽ കൊണ്ടുനടന്ന് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ അത്രയും ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു ആണ് വന്നിട്ട് ഇങ്ങനെ കരയണം എന്നുണ്ടെങ്കിൽ, ആണുങ്ങൾ പൊതുവെ നമ്മൾ പറയും എന്താ പറയാ, കരയാൻ പാടില്ല, പിടിച്ചിരിക്കണം. അതില് സ്വന്തം കൈ അറുത്തതും ഇങ്ങനെ കാണിക്കാണ്, പബ്ലിക്കില് കാണിക്കാണ്. അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ എത്രമാത്രം ഇത്ര കാലം അദ്ദേഹം തീ തിന്നെന്ന് പറയാം. അപ്പം എന്തായാലും നമ്മള് ജയൻ രവിന്റെ ഭാഗത്ത് തന്നെയാണ്, ആ സൈഡ് തന്നെയാണ്. അത്രമാത്രം അദ്ദേഹം പൊട്ടിക്കരയണമെങ്കിലും
ഒരു പുള്ളിയുടെ ഭാഗത്ത് തന്നെയാണ് നമ്മൾ. ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഇപ്പൊ ഒരു വാടക വീട്ടിലാണ്. അയ്യോ, അതൊക്കെ നമുക്ക് ഇത്രയും കോടീശ്വരനായ ഒരാള് അതെ. ഈ ഒരു സിറ്റുവേഷനിൽ വരുന്നുണ്ടെങ്കിൽ അപ്പൊ എതിർ സൈഡിൽ നിന്ന് എത്രമാത്രം പീഡനം അയാൾ സഹിച്ചിട്ടുണ്ടാവും. അതെ. അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ ചുരുക്കത്തിൽ പറ്റില്ല. പറഞ്ഞാൽ പുരുഷന്മാർ അനുഭവിക്കുന്നുണ്ട്, പക്ഷെ അത് അത് വേണ്ടത്ര സമൂഹത്തിൽ അതെ അതെ, അറിയപ്പെടുന്നില്ല എന്ന് ഇത് എനിക്ക് തോന്നുന്നു. ഒരു ജയൻ രവിയെ കണ്ടത്. ഇങ്ങനെ പുറത്ത് പറയാത്ത എത്ര ജയൻ രവികൾ നമ്മളെ ഇടയ്ക്ക് ഉണ്ടാവും. ലോകത്തുണ്ടാവും. അതെ. അതൊക്കെ പുറത്ത് പറയാനുള്ള ഒരു സാഹചര്യം കിട്ടാത്തതുകൊണ്ട് പുറത്ത് പറയാനുള്ള വിഷമം കൊണ്ടൊക്കെ ഉം. ഒട്ടനവധി ജയൻ രവികൾ ഇനിയും ഉണ്ടാവും. അതെ. അവരൊക്കെ ശരിക്കും പറയണ പുറത്ത് വരണം. അതെ പുറത്ത് വന്ന് ഇതിനൊരു അവസാനം ഉണ്ടാവട്ടെ. എന്തായാലും സത്യം ജയിക്കട്ടെ. കാരണം സത്യം ചെയ്യിക്കട്ടെ. കാരണം കോടതി നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തായാലും സത്യം ചെയ്യിക്കട്ടെ. സത്യം ജയിക്കട്ടെ. പിന്നെ എനിക്ക് തോന്നുന്നത് എതിരായെന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഒരു ലേഡി ആയിട്ട് നടക്കാനും തുടങ്ങി, കെനിഷ എന്ന് പറയുന്നത്. ഇവരാണെങ്കിൽ അമ്മ വൈബ് മക്കളുമായിട്ട് നിൽക്കുന്നു. അപ്പം സമൂഹം സ്വാഭാവികമായിട്ടും ചിന്തിക്കാം, ഓ അയാളിപ്പം അഴിഞ്ഞാടി നടക്കുന്നു, ഡിവോഴ്സ് നടന്ന് കംപ്ലീറ്റ്. അപ്പൊ ഇവിടെ അയ്യോ ഒരു അമ്മ, ത്യാഗിയായ അമ്മ, 2 കുഞ്ഞുങ്ങളായിട്ട് ഇരിക്കുന്നു. അങ്ങനെ ചിന്തിക്കും. സ്വാഭാവികമായിട്ട് എല്ലാരും പറയും, ഇപ്പം അമ്മ ഏത് മതത്തിൽ നോക്കിയാലും അമ്മയ്ക്കൊരു പ്രാധാന്യമുള്ള സ്ഥാനമാണ്. പക്ഷെ അതൊരു കച്ചിത്രമായിട്ട് എടുക്കാൻ തീർച്ചയായിട്ടും എടുക്കാം. പക്ഷെ അത് കച്ചിത്രമായിട്ട് എടുക്കാൻ പാടില്ല. എല്ലാ കഥയ്ക്കും വേറൊരു അതൊരു കച്ചിത്തുരുമ്പായിട്ട് എടുക്കാൻ പാടില്ല. അതെ അതെ. എനിക്ക് തോന്നുന്നു ജയൻ രവിന്റെ ഒരു ഇത് കണ്ടിട്ട് പിന്നെ അത്രമാത്രം അയാൾ ഇത്രയും വർഷകാലം അയാള് റൈറ്റ് ആണെന്ന് തോന്നുന്നു എനിക്ക്. ഒരു പുരുഷനായ ഷാഫിക്കയ്ക്ക് തീർച്ചയായിട്ടും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അത് വീഡിയോ കണ്ട ഏതൊരാളുടെയും കണ്ണൊന്ന് നനഞ്ഞിട്ടുണ്ടാവുന്ന ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ ഒരു അത് ഇത്ര വലിയൊരു സെലിബ്രിറ്റി ഇങ്ങനെ വന്നിട്ട് കാണിക്കുമ്പോ ഇപ്പൊ മെന്റൽ ഹെൽത്ത് തന്നെ ഇത്രയും ഇതായത് അതുകൊണ്ടാണ്. ഒരു വലിയ സത്യം ഷാഫിക്ക് അറിയോ, തൃശ്ശൂർ തൊട്ട് അങ്ങോട്ട് ഒരു പറച്ചിലുണ്ട്, നമ്മുടെ മലബാറിൽ സ്ട്രെസ് കുറവാണ്. കാരണം എന്താണ് ഷാഫിക്ക് അറിയോ? ഇപ്പൊ ഷാഫിക്ക് തന്നെ പറഞ്ഞു, ഞാൻ ബാക്ക് സ്റ്റേജിലൊക്കെ പോകുമ്പോൾ അവസരങ്ങൾ കിട്ടത്തില്ലായിരുന്നു, അപ്പൊ വിഷമമൊക്കെ തോന്നും. സാറില്ല, ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു ഗ്രൂപ്പായിട്ട് കിട്ടുന്ന കൊച്ചു കൊച്ചു പ്രോഗ്രാമിൽ ഞങ്ങൾ ഹാപ്പി ആവുന്നു. പക്ഷെ തെക്കൻ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഏക്കർ കണക്ക് ഭൂമിയുടെ നടുക്കൊരു വീട്, അങ്ങനത്തെ കാര്യങ്ങളാകുമ്പോഴത്തേന് കണക്ഷൻ കുറവാണ്. ഇത്തരത്തിലുള്ള ഷാഫിക്ക ഉറ്റുനോക്കുന്ന സൗഹൃദങ്ങൾ ഇപ്പോഴും ഉണ്ടോ? സ്കൂൾ കാലഘട്ടമോ അല്ലെങ്കിൽ അതിനുശേഷം പ്രവാസ ലോകത്തെത്തിയത്, അല്ലെങ്കിൽ ഒന്നിച്ച് നാട്ടിൽ നിന്നും ഇവിടെ വന്നിട്ട് വീണ്ടും സൗഹൃദം കണ്ടിന്യൂ ചെയ്യുന്ന അങ്ങനത്തെ സൗഹൃദങ്ങളുണ്ടോ ഷാഫിക്കയ്ക്ക്? വളരെ ഉണ്ട്, പക്ഷേ പിന്നെ വളരെ കുറവാണ്. ഇന്ന് കാര്യം ഇവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാന്ത്രികമായിട്ടുള്ള സംഭവമാണ്. നമ്മൾ ജോലി ചെയ്യുന്ന വീട്ടുകാരൻ്റെ, പിന്നെ നമ്മൾ ഈ സൈബർ അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ ലോകമാണല്ലോ. അപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും അങ്ങനെ സമയങ്ങൾ പോകുന്നു. പിന്നെ സൗഹൃദങ്ങൾ ഇപ്പൊ നാട്ടിൻപുറങ്ങൾ, ഞാനൊക്കെ ശരിക്കും പക്ക നാട്ടിൻപുറമാണ്. മലപ്പുറം തിരൂരിലുള്ള മംഗലം എന്ന് പറയുന്നത്. ഇപ്പൊ ഞങ്ങളെ നാട്ടിൻപുറങ്ങളിലുള്ള ഒരു സൗഹൃദങ്ങൾ അറിയാലോ, നമ്മൾ പാടങ്ങളും അതും ചായക്കടകളൊക്കെ ആയിട്ട് ഭയങ്കര പൊളിയോരൊക്കെ ഭയങ്കര രസമുള്ള സംഭവമാണ്. ആ ഒരു സൗഹൃദങ്ങളൊന്നും ഇപ്പൊ നാട്ടിലില്ല. എല്ലാവരും വേറൊരു ജനറേഷനാണ്, പുതിയ ജനറേഷൻ. എല്ലാവരും ഈ സൈബർ ലോകത്തും അങ്ങനെയുള്ള. ഇപ്പൊ നാട്ടിൽ നമ്മൾ ലീവിന് പോയാലും തന്നെ ആരും കിട്ടാനൊന്നുമില്ല. പലരും പല കാര്യങ്ങളായിട്ട് പഴയ കാലത്തെ ഒരു സൗഹൃദങ്ങൾ ഇപ്പൊ കുറവാന്ന് തന്നെ പറയാം, അന്നത്തെ പോലത്തെ. അത് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ ഒട്ടനവധി രോഗങ്ങൾ ഉണ്ടാവില്ല, മാനസിക പ്രശ്നങ്ങൾ എത്രയോ കുറഞ്ഞാണ്. ഷാഫിക്ക എന്ന ആർട്ടിസ്റ്റ് ഷാഫിക്കയുടെ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയ വലിയൊരു കാര്യം എന്താണെന്ന് പ്രേക്ഷകരായി പങ്കുവെക്കാവോ? ഷാഫിക്ക ഒരുപാട് തടസ്സങ്ങൾ ഗോ ത്രൂ ചെയ്തിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഷാഫിക്ക എനിക്ക് തോന്നുന്നത് അത് ടെൻഷൻ അടിച്ച് ഡെസ്പടിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്. ചിലര് തകർന്ന് തരിപ്പണാവട്ടെ. ഞാൻ അങ്ങനെ കൂടുതൽ ആദ്യം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ പിന്നെ വരനോട് കാണാം, അതൊന്നും വലിയ അങ്ങനെയാണ് ചിന്തിക്കാറുള്ളത്. ആ ഒരു പ്രചോദനം ഷാഫിക്ക് എങ്ങനെയാണ് സ്വയമേ കണ്ടെത്തിയതാണോ, സുഹൃത്തുക്കള് തന്ന? അതൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയ ഒരു ഇതാണ് അത്. ആണല്ലേ? അങ്ങനെ ആലോചിക്കുക, നമ്മൾ അങ്ങനെ ടെൻഷൻ അടിച്ചിരുന്ന പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വല്ല ഗുണമുണ്ടോ? ഒരു ടെൻഷൻ അടിച്ച് നമ്മളെ ബോഡി വീക്ക് ആവും എന്നല്ല പ്രത്യേകിച്ച് കാര്യമില്ല. അടുത്തത് എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുക. അല്ലെങ്കിൽ അവരെന്നെ വിളിച്ചില്ല, അവർക്ക് അവസരം തന്നില്ല, അങ്ങനെ ചിന്തിച്ചിരിക്കാറേ ഇല്ല. നമുക്കുള്ള അവസരങ്ങൾ നമ്മളെ തേടി എപ്പോഴായാലും വരും ചിന്തിക്കുന്ന ഒരാളാണ്. സൂപ്പർ സൂപ്പർ. ഷാഫിക്ക, പിന്നെ എന്താ പറയുക, നമ്മുടെ പോഡ്കാസ്റ്റിനെ ക്ലൈമാക്സിലോട്ട് കടക്കും തോറും എനിക്ക് ചോദിക്കാനുള്ളത് ഷാഫിക്ക് ഏറ്റവും ഹാപ്പി ആക്കുന്ന ഒരു കാര്യം എന്താണ്? അതായത് നമ്മളൊക്കെ മനുഷ്യരാണല്ലോ അല്ലേ, സന്തോഷം പോലെ തന്നെ സങ്കടം വരുമല്ലോ. അപ്പോൾ അത് തരണം ചെയ്യാൻ ഷാഫിക്ക് എന്താണ് ഹെൽപ്പ് ചെയ്യാറുള്ളത്? പാട്ടുകൾ കേൾക്കുമോ, അതോ ഏതെങ്കിലും ഒരു സീൻ ഷാഫിക്ക് ഇഷ്ടമുള്ളത് ഡബ് ചെയ്യാൻ ശ്രമിക്കുമോ? എങ്ങനെയാണ്? പാട്ട് കേൾക്കും. എല്ലാവരും, ഒട്ടുമിക്ക ആൾക്കാരും പാട്ട് കേൾക്കും. ഞാനും അതേപോലെ തന്നെ പാട്ട് കേൾക്കും. പിന്നെ പാടാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ അത് അത്ര നന്നായി എന്നൊക്കെ തോന്നുന്നില്ല. വോയിസ് ഓവർ ആണ്, ഡബിങ് ആണ്, മിമിക്രി ആണ്, അവർക്ക് പാടാനും പാടാൻ പറ്റും. പക്ഷെ അത് ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പാടാൻ ആളുകൾ കാണാനുള്ള സംഭവമല്ലേ. എന്നാലും 2 പേര് നമുക്ക് വേണ്ടി മൂളോ ഷാഫിക്ക പ്ലീസ്?
രണ്ടു വരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രം. ഫോർമാലിറ്റിക്ക് വേണ്ടി ഇത് പാട്ടായിട്ട് കാണാൻ പറ്റൂല. ഇല്ല. പക്ഷെ വോയിസിന്റെ ഇത്രയും മേഖലകളിൽ കൈവച്ച ഒരാളെന്നുള്ള സ്ഥിതിക്ക് ഷാഫിക്ക ഇത് ട്രൈ ചെയ്ത് തന്നെ വേണം എന്നാണ് എന്റെ അഭ്യർത്ഥന. അപ്പൊ അങ്ങനെയാണെങ്കിൽ വെറുതെ നമുക്ക് കണ്ണൂർ ഷെരീഫ് പാടിയൊരു പാട്ട് മഴവില്ലിൽ ചേലാണെന്ന രണ്ടു വരി വെറുതെ ഒന്ന് പാടിയേക്കാം. ആയിക്കോട്ടെ. എന്താന്നൊക്കെ അറിയില്ല, കേക്കാം. മഴവില്ലിൻ ചേലാണ് പിന്നെ നീ എൻ്റെ വരിയില്ല, വരിയാൻ മറന്നുപോയിട്ട്. അത് കട്ട് ചെയ്യണല്ലേ പാടുന്ന അവിടുത്തെ സാധിക്കാം. മിക്കവാറും ഷാഫിക്ക് ഈ ഭാഗം പറഞ്ഞതായിരിക്കും നമ്മൾ ആദ്യം റീലായിട്ട്. ഓക്കെ, കണ്ണൂർ ഷെരീഫ് പാടിയ ഷാഫിക്ക് ഇഷ്ടമുള്ള ആ ഗാനം നമുക്ക് വേണ്ടി 2 വരി. ഇവിടെ എന്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും സദയ ക്ഷമിക്കാം. റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അറിയില്ല പാട്ട് അതാണ്. മഴവില്ലിൻ ചേലാണ് പെണ്ണെ നീ എൻ്റെ വരി കിട്ടുന്നില്ലടാ. വേറെ പാടിക്കാന്ന ഓർമ്മയുള്ള ഒരു പാട്ട് പാട്. ഓക്കെ, പഠിക്കോ. അവിടൊക്കെ കട്ട് ചെയ്യണേ, പഴത്തോട് മാത്രം ഇട്ടാ മതി. ഓക്കെ, കൊതിപ്പിച്ചിട്ടങ്ങ് നിർത്തുക പറയല. അതാണ് മുപ്പേട് നല്ല രീതിക്ക് ഇത് കൊണ്ടുപോയി നിർത്തി. ഷാഫിക്ക് ഇഷ്ടമുള്ള ഒരു ഗാനത്തിന്റെ 2 പേര് എപ്പോഴും കേൾക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഗാനം എന്തെങ്കിലും അതിന്റെ 2 പേര് പഠിക്കും. നമുക്ക് ആസാദ് ബ്രോനോട് ചോദിക്കാം. ഇങ്ങനെ മണിക്കുട്ടിയോട് ചോദിക്കാന്ന് പറയുന്നതല്ലേ. ആസാദ് ബ്രോന് അറിയോ ഏത് പാട്ടാണ് ഷാഫിക്കയുടെ ഫേവറേറ്റ് എന്ന് പറയൂ. ആസാദ് ബ്രോ എവിടെയും കാണും. ഈ ദൂതൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? എവിടെയും ഐശ്വര്യവും സന്തോഷവും സമാധാനവും പകർത്തുന്നത് കൂടുതൽ. ഞാൻ നേരത്തെ പാടിയെന്ന് പാടാൻ നോക്കാം. ഏതാ അത്? പിന്നെ ഷഫിക്ക എങ്ങനെയൊന്ന് മറന്ന ഞാൻ വെടിവെക്കും. പറഞ്ഞേ അതിനെ പാടുക മഴവില്ലിൻ ചേലാണ്. അത് കോമഡി ആക്കി ഇടർന്നിട്ട് ഇതാക്കിയിട്ട് ഷോർട്സ് ആക്കിയിട്ട് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. പാടുക. ഓക്കെ, 1 2 3 ഗോ. മഴവില്ലിൻ ചേലാണ് പെണ്ണെ നീ കൽബിന്നൊളിവല്ലേ, ഈ മണ്ണിൽ ലേഖനായി നിന്നെ തേടി നടപ്പാണ്. മഴവില്ലിൻ ചേലാണ് പെണ്ണെ നീ കൽബിന്നൊളിവാണ്, ഈ മണ്ണിൽ ലേഖനായി നിന്നെ തേടി നടപ്പാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. പാടാൻ കാണിച്ച ആ മനസ്സിന് തന്നെ താങ്ക് യു സോ വെരി മച്ച്. പിന്നെ ഷാഫിക്ക ഇതിൽ നിന്നും നൽകിയത് നമുക്ക് വലിയൊരു ഒരു എക്സാമ്പിളാണ്. എന്താന്ന് വെച്ചാൽ അവസരങ്ങൾ എപ്പോഴാണ് തേടിയെത്തുക എന്ന് പറയാൻ പറ്റില്ല, അല്ലേ ഷാഫിക്ക? കിട്ടുന്ന അവസരം മാക്സിമം വിനിയോഗിക്കുക. അത് ചിലപ്പോൾ നമ്മുടെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആയിരിക്കില്ല, ചിലപ്പോൾ ഓക്കെ ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയിരിക്കില്ല, ചിലപ്പോൾ പരാജയമായിരിക്കും. എന്തോ ആയിക്കോട്ടെ, കിട്ടുന്ന അവസരം കയ്യിൽ നിന്നും നഷ്ടപ്പെടുത്താണ്ടിരിക്കാൻ ശ്രമിക്കാം. ഉപയോഗിക്കുന്ന എല്ലാ കലാകാരന്മാരോടും പറയാനുള്ള ഉപദേശം അതാണ്. അവസരങ്ങൾ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക. ഷാഫിക്ക ആക്ച്വലി എന്താ പറയാ, ഒരുപാട് കലയെ സ്നേഹിച്ചൊരു കലാലോകത്ത് കലാകാരനായി തുടരുമെന്ന് കരുതിയിട്ട് പിന്നെ പ്രവാസ ലോകത്തെത്തി. ഇപ്പൊ കലയും ജോലിയും ഒക്കെ സൈമൾട്ടേനിയസ്ലി കൊണ്ടുപോകുന്നു. അപ്പൊ ഇത് കാണുന്ന ഒട്ടനവധി ആൾക്കാർ ചിലപ്പോൾ അവരെ കല ഉപേക്ഷിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത് വേണോ ഇനി ഇതുകൊണ്ട് ഒരു ഭാവി ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അവരോടൊക്കെ ഷാഫിക്കയുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എന്താ പറയുക? അതെനിക്ക് ഞാൻ വേറെ ആള് നമ്മുടെ കലാഭവന്റെ ഒരു ശില്പി നമ്മൾ ആബേലച്ചൻ പറഞ്ഞ ഡയലോഗാണ് ഓർമ്മ വരുന്ന കാര്യം. ലെജൻഡ് അറിയാലോ പുള്ളി, അത്രയും പുള്ളി പറഞ്ഞ ഡയലോഗ് ഞാൻ പണ്ട് കണ്ടാണ്, ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതേപോലെ കല എന്ന് പറഞ്ഞത് നമുക്ക് ദൈവം തരുന്ന ഒരു എന്താ പറയുക ഒരു ഗിഫ്റ്റാണ്. അതൊരിക്കലും നമുക്ക് നശിപ്പിക്കാൻ അവകാശമില്ല. നമ്മളായിട്ട് ഒരിക്കലും നമുക്ക് നൽകിയ കല നമ്മൾ നശിപ്പിക്കാൻ അവകാശമില്ല. അത് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ കലാകാരന്മാർ ആ ഫീൽഡ് ഒരിക്കലും നിർത്തി പോകാൻ പാടില്ല. കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക. അത് എന്നേക്കോയി നമ്മളെ കയ്യിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ല. അത് നമ്മൾ തുടർന്ന് കൊണ്ടുപോകാം. ഒരു ചെടിയാണെങ്കിലും എക്സാമ്പിൾ ഒരു ചെടിയാണെങ്കിലും അത് നമ്മൾ നനച്ചു കൊടുക്കണം അത് വളരണേ. അപ്പൊ നമ്മൾ ഇടയ്ക്കെടുത്ത് അപ്ഡേറ്റ് ചെയ്യണം നമ്മളെ കല. ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. അങ്ങനെ ഒരു കഴിവ് എല്ലാവർക്കും കിട്ടുന്ന ഒരു സംഭവമല്ല ഈ കല എന്ന് പറയുന്നത്. വളരെ കുറച്ച് ആൾക്കാർക്ക് വ്യത്യസ്തമാക്കുന്ന കാര്യമാണ്. അതെ അതെ, ദൈവം അറിഞ്ഞ് വളരെ കുറച്ച് പേർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ അത് നമുക്ക്
നശിപ്പിക്കാൻ ഒരു അവകാശമില്ല. അത് നമ്മൾ തുടർന്ന് കൊണ്ടുപോകും. ആരും കല അങ്ങനെ ഒരു കഴിവ് ഒരിക്കലും നിർത്താൻ പാടില്ല. അതിനൊരു പ്രായവും ഇല്ലല്ലോ ഇക്ക. ഇല്ലില്ല, കലയ്ക്ക് ഇഷ്ടവും ഒരു അതിനോടുള്ള ഒരു എന്താ പറയാ അതീവ താല്പര്യവും വേണം. കുറച്ച് താല്പര്യം വെച്ച് നടക്കൂല, അതീവ താല്പര്യമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ മമ്മൂക്ക. ഇപ്പൊ ഇങ്ങനത്തെ റോൾസും കാര്യങ്ങളൊക്കെ പുള്ളി 74-75 ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സിനിമ എപ്പോഴും പറയാറുണ്ട്, സിനിമയോടുള്ള കലയോടുള്ള ആർത്തി അതെ തീരുന്നില്ല. ഈ പ്രായത്തിലും അദ്ദേഹം അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ പുള്ളി ഇപ്പൊ ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ ഒരുപാട് പേര് അതുകൊണ്ടാണ് പ്രൊഡക്ഷൻ ഹൗസ് വരെ തുടങ്ങിയെന്ന് പറയുമ്പോൾ ഇപ്പോഴും സിനിമയോട് അയാൾക്ക് ഭയങ്കര ആർത്തിയാണെന്നാ പറഞ്ഞത്. അപ്പൊ അയാളെ എത്രത്തോളം കലയോടുള്ളൊരു ഇതുണ്ടെന്ന് മനസ്സിലാക്കി ആ ഒരാളുടെ ആ ഒരു അതീവ ഇഷ്ടം അല്ലേ. അപ്പം പുള്ളി പറഞ്ഞതുപോലെ ഒരിക്കലും. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഷാഫിക, വോയിസ് ട്രെയിനിങ്. വോയിസ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. വോയിസ് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ഇപ്പം ഞാൻ MC ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ വോയിസ് നമ്മുടെ കൈ നിൽക്കില്ല, തൊണ്ടയൊക്കെ അടഞ്ഞ് ആകെ മൊത്തം പെട്ടൊരവസ്ഥയാവും. അതിന് ഷാഫിക്ക് എന്തെങ്കിലും വോക്കൽ ട്രെയിനിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ ഷാഫിക്ക് ചൂടുവെള്ളം മാത്രമേ കുടിക്കുള്ളൂ? ഇപ്പൊ ദാസേട്ടൻ പറഞ്ഞാൽ ഞാൻ ഐസ്ക്രീം തൊട്ടിട്ടേ ഇല്ല ലൈഫിൽ, അങ്ങനെ എന്തെങ്കിലും? സല്ലാപത്തിൽ നമ്മളെ ദിലീപ് പറഞ്ഞല്ലോ, ചൂടുവെള്ളം എപ്പോഴും തൂക്കി നടക്കണം. എന്താ ചൂടുവെള്ളം എന്ന് ചോദിക്കുമ്പോൾ ദാസേട്ടനെ കേൾക്കുന്നത് ഏത് ദാസേട്ടൻ യേശുദാസ് എന്ന് പറയുന്നില്ല. അതേപോലെ ഒരിക്കലും ഞാൻ അങ്ങനെ സൗണ്ടും അല്ല കൺട്രോൾ ചെയ്യുന്ന ആളല്ല. പക്ഷെ എന്നാലും ഓവർ തണുത്തൊന്നും ഞാൻ കുടിക്കാറില്ല. അത് സൗണ്ട് പോയിച്ചിട്ടല്ല, എനിക്ക് ഇഷ്ടമല്ല സംഭവം. മറ്റുള്ള ആൾക്കാരെ പോലെ അങ്ങനെ സൗണ്ട് അത്ര ഓവറായിട്ട് കെയർ ചെയ്യലില്ല. പക്ഷെ സൗണ്ട് പോയിട്ട് പണി കിട്ടിയിട്ടുണ്ട് പറയാം എനിക്ക്. കാര്യം 1-2 നല്ല പ്രോഗ്രാമുകളൊക്കെ വന്നിട്ട് സൗണ്ട് അടഞ്ഞ കാരണം പ്രോഗ്രാം ക്യാൻസൽ പോകാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട്. മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്, എന്നാലും ഓവറായിട്ട് അങ്ങനെ നോക്കാറില്ല. പക്ഷെ ഈ പറഞ്ഞത് നല്ലൊരു ഇതാണ്. കാര്യം നമ്മൾ ശരിക്കും എപ്പോഴും ശബ്ദം ശ്രദ്ധിക്കണം. ശബ്ദം കൊണ്ട് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ശബ്ദം എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ വോയിസ് നമ്മുടെ ഒരു ഐഡന്റിറ്റിയും കൂടിയാണ് അവിടെ, അല്ലേ? നമ്മുടെ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ എന്തായാലും കലയെ സ്നേഹിക്കുന്നവർ ഒരിക്കലും കലയെ മറക്കാണ്ടിരിക്കുക, കല കൈവിടാണ്ടിരിക്കുക. കല നമുക്ക് കിട്ടിയ ദൈവാനുഗ്രഹമാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് ഷാഫിക്ക നമുക്ക് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഒരു സെഷനിലൂടെ നൽകിയിരിക്കുന്നത്. പിന്നെ എൻ്റെ പോഡ്കാസ്റ്റ് സെഷനിൽ ഒരു ഗസ്റ്റ് ആയിട്ട് വന്നതിൽ ഷാഫിക്കയുടെ ഫീലിംഗ് എന്താണ്? തീർച്ചയായിട്ടും. കാര്യം അപ്പൂനൊക്കെ ഞാനിവിടെ വന്ന മുതലേ കാണുന്ന ഒട്ടനവധി ഒന്നിച്ച് ഒരുപാട് പ്രോഗ്രാമുകൾ ഒന്നിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഭാഗ്യം ഉണ്ടായി. അപ്പോ ഇങ്ങനെ ഈ ഒരു പരിപാടിക്ക് അപ്പുവാണ് ഇങ്ങനെ ഒരു ഷോ ചെയ്യുന്നത്. ഇതിലേക്ക് അപ്പു, നമ്മുടെ അനീഷും അതുപോലെ തന്നെ നമ്മുടെ പ്രിയ സുഹൃത്ത് ആസാദൊക്കെയാണ് ഇതിലേക്ക് ക്ഷണിച്ചത്. കാരണം അപ്പോ ഞാൻ ഒന്നും നോക്കില്ല, പെട്ടെന്ന് നമ്മളെ ടീംസ് ആണല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ഓടി വന്നത്. ഇവരൊക്കെ വിളിച്ചാൽ നമുക്ക് വരാതിരിക്കാൻ പറ്റൂല. അതിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഇങ്ങനെ നമ്മളൊക്കെ ഈ പരിപാടിയിലേക്ക് വിളിച്ചത്. എനിക്ക് ഒരുപാട് സന്തോഷം ഷാഫിക്ക. കാരണം റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് ആണ് ഈ ഒരു പോഡ്കാസ്റ്റിനെ ഇനിയും ഇതിൽ കട്ടോ എഡിറ്റോ ഇല്ല. അത് റിയൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്, കൂട്ടാനോ കുറക്കാനോ ഒന്നുമില്ല. അതുകൊണ്ടാണ് മുൻകൂട്ടി നമ്മളൊരു ഡിസ്കഷൻ പോലും നടത്താണ്ട്. ഞാൻ അപ്പൂനായിട്ട് ഇപ്പോ ശരിക്കും സംസാരിക്കുമ്പോൾ നമ്മൾ നോർമലി നമ്മൾ കാണുമ്പോൾ സംസാരിക്കണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ആധികാരികത ഇല്ലാതെ ഒരു ഇന്റർവ്യൂ എന്നുള്ള രീതിയിൽ മസിൽ പിടിച്ചിട്ടല്ല എനിക്ക് തോന്നിയത്. കാഷ്വൽ ടോക്ക് അത്രേ ആയിട്ട് എനിക്ക് തോന്നിട്ടുള്ളൂ. എന്നാ പുള്ളിയുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് പറഞ്ഞു ചെയ്തു. അപ്പോൾ ദിസ് ഇസ് ദി ആർട്ടിസ്റ്റ് ഷാഫി മംഗളം പയ്യു. ഇനിയും ഒട്ടനവധി കഥാപാത്രങ്ങൾ ഒട്ടനവധി വേദികളിൽ നമുക്ക് ഈ കലാകാരന്റെ പെർഫോമൻസസ് കാണാനും ആസ്വദിക്കാനും പടച്ചറബ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ബീങ് മൈ ഗസ്റ്റ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ അവസാനിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ഗസ്റ്റിനെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നവരെ ബൈ.